ഇന്നൊരു അവിയലുണ്ടാക്കിയാലോ? ഓണത്തിന്റെ ഒരുക്കങ്ങളാണ് കേട്ടോ. അപ്പൊ പിന്നെ ആദ്യം ഒരു സാമ്പാർ ഉണ്ടാക്കി. അതിന്റെ അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടിയില്ല. വെച്ച് നോക്കിയിട്ട് നല്ലതാണേലും ചീത്തയാണെങ്കിലും എന്നോട് അറിയില്ലെന്ന് അറിയിക്കണേ. പിന്നെ രണ്ടാമതിപ്പോ അവിയലാണ്. നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ചേന ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ചേനയാണ് ചെറിയ കഷ്ണം എടുത്തേക്കുന്നത്. ഒരു 100 ഗ്രാം ഉണ്ടാവും. അപ്പൊ ചേന അരിയുമ്പോ മറ്റുള്ള കഷ്ണത്തെ കഴിഞ്ഞും കുറച്ചുകൂടി കനം കുറച്ചരിയണേ. കാര്യം ഓണക്കാലത്ത് ചേന വേവുന്ന ഒരു സമയമാണ്. എന്നാലും ഒന്ന് കനം കുറച്ചരിയാൻ ശ്രദ്ധിക്കണം. പിന്നെ കുമ്പളങ്ങ ഇച്ചിരി കൂടുതലിട്ടിട്ടുണ്ട്. അതും ഒരു വലിയ കഷ്ണം, ചെറിയ ഒത്തിരി വലുതല്ല, ഒരു ഇടത്തരം കഷ്ണം, അതായത് ഒരു 150 ഗ്രാം കൂട്ടാം. 150 ഇല്ല, 100 തന്നെ കൂട്ടിയാൽ മതി. അത്ര മതിയാവും. പിന്നെ എല്ലാ കഷ്ണങ്ങളും ഇടുന്നതുകൊണ്ട് എല്ലാം കുറേശ്ശെ ഇട്ടാൽ മതി. പിന്നെ പടവലങ്ങ അത് 100 ഇല്ല, അതിലും കുറച്ചുകൂടി കുറച്ച്. പിന്നെ പയറ് അത് അതിലും കുറച്ച് ഇട്ടേക്കണേ. പിന്നെ ക്യാരറ്റ് ഒരു ക്യാരറ്റ് എടുത്തേക്കണത്. പിന്നെ ഏത്തക്കായ ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങക്കോലും മാങ്ങ പച്ചമുളക് ഇതെല്ലാം ഒന്ന് തിളച്ചതിന് ശേഷം ഓരോന്നോരോന്നായി കൊടുക്കാം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. 1.5 ടീസ്പൂൺ ഉപ്പിട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടുതൽ ഇടാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഇടാം. പിന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ മതിയാവും. നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരു 1/2 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ പച്ചക്കറിയൊക്കെ നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ ഒഴിക്കേണ്ടി വരില്ല. എല്ലാം തിരിഞ്ഞു കഴിയുമ്പോൾ ആ വെള്ളം അതിനകത്ത് ഊറി വരും. ഇതിപ്പോ കുറച്ച് പച്ചക്കറി ഉള്ളൂ, അതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മൂടി വെച്ച് വേവിക്കണം. അപ്പൊ തിളക്കണ വരെ ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കണം. തിളച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചിട്ട് ചെറുതീയിലിരുന്ന് വേവണം. ഇളക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് കഴിയുമ്പം വഴുതനങ്ങ ഒരു 2 ചെറിയ വഴുതനങ്ങ എടുത്തേക്കുന്നത്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില അതൊന്ന് കീറിയിട്ട് കൊടുക്കണം. കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഇനി മുരിങ്ങക്കോലും മാങ്ങയുണ്ട്, അത് പിന്നീട്. ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് മുരിങ്ങക്കോലും മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, വെള്ളം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കും. ഒത്തിരി ഇട്ട് ഇളക്കരുത്. പച്ചക്കറിയുടെ വേവ് ഒരു 3/4 വേവാകുമ്പോഴത്തേനും നമുക്ക് മുരിങ്ങക്കോൽ ഇട്ട് കൊടുക്കാം. നേരത്തെ മുരിങ്ങക്കോൽ ഇടരുത്, ആദ്യമേ തന്നെ ഇടരുത്. ഒന്ന് വെന്ത് കഴിയുമ്പോ കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ, ഒരു 5-6 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ജീരകം, ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിന്റെ അളവ് കൂടരുത്. ചെറിയൊരു ടേസ്റ്റ് മതിയാവും ജീരകത്തിന്റെ. പിന്നെ തേങ്ങയാണെങ്കിലും കുറഞ്ഞാലും കൂടരുത്. അതായത് പച്ചക്കറിയുടെ ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കണം. ആ രീതിയിൽ വേണം തേങ്ങ എടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാന്ന് പറഞ്ഞാല് തോരത്തിന് ചതക്കണം, അതുപോലെ അത്രയും ചതയരുത്. ചെറുതായിട്ടൊന്ന് ചതച്ച് എടുക്കണം. കഷ്ണമൊക്കെ ഒരുമാതിരി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം.
മാങ്ങ പുളി അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഒത്തിരി പുളി ആവരുത്. ഞാൻ ഒരു മാങ്ങ ഇട്ട് കൊടുത്തേക്കണം. പുളി ഇച്ചിരി കുറവായത് കൊണ്ടാട്ടോ ഒരു മാങ്ങ മുഴുവൻ ഇട്ടത്, അല്ലെങ്കിൽ അത്രയും വേണ്ടി വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടു. അത് കാരണം പല മാങ്ങയ്ക്കും പല പുളി ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ ഇട്ടല്ലോ. ഈ ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ചതിന് ശേഷമേ അരപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഉപ്പും പുളിയും എരിവും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നീക്കി വെച്ചിട്ട് ഉള്ളി വേണമെങ്കിൽ ഈ കൂടെ ഒരു പച്ചമുളകും കൂടി ഇട്ട് ചതയ്ക്കാട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങയുടെ അളവ് കൂടാൻ അനുവദിക്കരുത്. തേങ്ങ കൂടിയ കൊള്ളൂല. നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. പച്ച തേങ്ങ, പച്ച വെളിച്ചെണ്ണ. ഈ ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമ്മൾ അരപ്പിനൊക്കെ ചേർത്തിട്ടുണ്ട് കറിവേപ്പില, എന്നാലും ലാസ്റ്റ് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ. കറിവേപ്പില ഒഴിച്ചു. ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അരപ്പ് വന്നിട്ട് ചൂടായതിനു ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒരു 2-3 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കണം. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒത്തിരി വെന്ത് കുഴഞ്ഞു പോയിട്ടല്ല ഇത് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് തുറന്നു നോക്കിയാൽ മതി. ഫ്ലെയിം ഒന്നുമില്ല, ഗ്യാസ് ഓഫാണ്. ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നോക്കണം. ഇതാ അവിയലായിട്ടുണ്ട്. നല്ല സൂപ്പർ അവിയലാട്ടോ. അത് നിങ്ങളാ പറയണ്ട, ഞാനല്ല. എന്തായാലും ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.